മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നൊരു വരി. ഇത് ഞാൻ മലയാളത്തിൽ പറഞ്ഞ ഉടനെ ഇംഗ്ലീഷിലും പറയുന്നതാണ്. 1 കോടി ജനങ്ങളിലെങ്കിലും ഇത് എത്തണം. ഇത് ഞാൻ നമ്മുടെ പ്രവർത്തകരോടെല്ലാം അഭ്യർത്ഥിക്കുന്നു. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. ഇന്നലെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ മുഴുവനും പറഞ്ഞപ്പോൾ ഒരാളും ഒരു നെഗറ്റീവ് വാക്കുപോലും സൂചിപ്പിച്ചില്ല. എൻ്റെ കൃതാർത്ഥതയും നന്ദിയും പ്രണാമവും അർപ്പിക്കുന്നു. ഇന്ന് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ഹോസ്പിറ്റലിലായിരുന്നു. ICUവിൽ എൻ്റെ വൈഫ്. എല്ലാ കാത്തു നിൽക്കുന്നവരുടെ കയ്യിലും ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഞാൻ കണ്ടു. അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ. ഞാനും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. എൻ്റെ വൈഫിന് കൊടുക്കുന്ന ഓരോ മരുന്നിൻ്റെയും സൈഡ് എഫക്റ്റ് ഗൂഗിൾ സെർച്ചിലൂടെ ഞാൻ കണ്ടു. അത് മനസ്സിലാക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞതും കൂടി ചേർത്ത് പറയാണ്. വികസിത രാഷ്ട്രങ്ങളിൽ ഡോക്ടർമാരോടൊപ്പം ഫാർമസിസ്റ്റുകളും ഇരിക്കാറുണ്ട് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് രോഗിക്ക് പറഞ്ഞു കൊടുക്കാൻ എന്നുള്ള വരി ഞാൻ ഇന്നലെ വായിച്ചു. മാതൃഭൂമിയിൽ വന്നത്. അത് വായിക്കാൻ കാരണം 38% കേരളത്തിലെ രോഗികൾ ആശുപത്രിയിൽ കിടക്കുന്നവർ രോഗത്തിന് കൊടുത്ത മരുന്നിന്റെ പരിണത ഫലമായിട്ടാണ് 38% രോഗികൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നത്. എൻ്റെ കുടുംബത്തിന് സംഭവിച്ചത് ഭാഗികമായിട്ട് ഇത് തന്നെയാണ്. പൂർണ്ണമായിട്ടല്ല, ഭാഗികമായിട്ട്. യഥാർത്ഥത്തിൽ ഇവൾക്ക് കൊടുക്കുന്ന ഓരോ മരുന്ന് ഞാൻ ഗൂഗിൾ സെർച്ചിലൂടെ നോക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ സൈഡ് ഇഫക്റ്റുകൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള മെഡിക്കൽ അഡ്വൈസ് ഉള്ളതെല്ലാം ഗൂഗിൾ സെർച്ചിൽ നിന്ന് കിട്ടും. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ പറയുന്നത് ഡോക്ടർമാർക്ക് അറിഞ്ഞേകൂടാ. ഡോക്ടർമാർക്ക് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് വന്ന് പഠിപ്പിക്കുന്നത് അറിയാം, ഇത് ഇന്ന മരുന്നാണ്. കേരളത്തിലെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആണെങ്കിൽ നല്ല ക്വാളിഫൈഡ് ആണ്, പലരും MBA ആണ്, മറ്റുള്ളവനെ അടിച്ചിരുത്താനും കൺവിൻസ് ചെയ്യിക്കാനും കഴിവുള്ളവരാണ്. അതുകൊണ്ട് ഡോക്ടർമാരെ ഒന്നിലേക്ക് കമ്മീഷൻ കൊടുത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രലോഭനങ്ങളിലൂടെ അതല്ലെങ്കിൽ XYZ കാര്യങ്ങളിലൂടെ അവരെ കറക്റ്റായിട്ടോ അല്ലാതെയോ ഈ മരുന്നിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിപ്പിക്കാൻ കഴിവുള്ളവരാണ്. അതിൻ്റെ ദോഷം ഒരു തരത്തിലും ഒരു കാലത്തും ഒരു വ്യക്തിയും മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഡോക്ടർമാരെ അറിയിക്കില്ല. ഒരു ഫാർമസിസ്റ്റും ഡോക്ടറുടെ കയ്യിലില്ല. ഇന്ന് അത്ഭുതകരമായിട്ട് പ്രഗത്ഭനായിട്ടുള്ള ന്യൂറോളജിസ്റ്റ്, ഇന്നലെ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോഴത്തേക്കും ഇന്ന് രാവിലെ വരെ സംസാരിച്ചപ്പോഴത്തേക്കും അസാധാരണ ബഹുമാനം തോന്നി. ലാസ്റ്റ് അങ്ങേരൊരു വരി പറഞ്ഞു, ഈ പർട്ടിക്കുലർ അസുഖം ഹെർപ്പിസ് എന്ന അസുഖം അത് ജീവിതാന്ത്യം വരെ അനുഭവിക്കേണ്ടതാണ്, അതിന് വേറെ ഒരു മരുന്നും ഇല്ല. ഒരു 20-25 ഡോക്ടർ സുഹൃത്തുക്കളായിട്ടുള്ളവരോടും അല്ലാത്തവരോടും നേരിട്ടും ടെലിഫോണിലൂടെയും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി. ഗൂഗിൾ സെർച്ചിലൂടെയും നല്ല മെഡിക്കൽ അഡ്വൈസ് തരുന്ന വെബ്സൈറ്റിലൂടെയും എല്ലാം പോയിട്ട് അന്വേഷിച്ചു. വളരെ റയറായിട്ട് മാത്രമേ ജീവിതാന്ത്യം വരെ അനുഭവിക്കേണ്ടി വരുള്ളൂ. <1% ഈ രോഗം വന്ന ഒത്തിരി വ്യക്തികളെ ഞാൻ കാണുകയുണ്ടായി. വളരെയധികം, ഒത്തിരി എന്ന് വെച്ചാൽ 50-ൽ കുറയാത്ത വ്യക്തികൾ. അവരെല്ലാവരുടെയും അസുഖം മാറിയിരിക്കുന്നതാണ്. ആ ഡോക്ടർ പറഞ്ഞു, ഇത് വന്നാൽ ലോകത്തിലെ ഒരാളും ജീവിതാവസാനം വരെ അനുഭവിക്കുക അല്ലാണ്ട് വേറെ ആൾട്ടർനേറ്റീവ് ഇല്ല. അത് 100% തെറ്റാ. ആ ഡോക്ടർ പറഞ്ഞത് 100% തെറ്റാ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഡോക്ടർമാർ പറയുന്നത് പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ബന്ധുവിനെ ഹോസ്പിറ്റലൈസ് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവിനെ ഹോസ്പിറ്റലൈസ് ചെയ്യാതെ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ തന്നാൽ മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ അവരെല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു വരില്ല. നിങ്ങളൊരു പക്ഷെ ഇല്ലിറ്ററേറ്റ് ആയിരിക്കും, നിങ്ങളുടെ മകനും വലുതായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. തർക്കീടില്ലാത്ത വിധത്തിൽ പഠിച്ച ഏതെങ്കിലും ഒരു ബന്ധുവോ സുഹൃത്തോ മിത്രമോ അറിയപ്പെടുന്നവരോ ഉണ്ടെങ്കിൽ 2, 3, 4 ഡ്രഗ് അതിൻ്റെ പേര് മറ്റേ ആൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഒന്ന് ഗൂഗിൾ സെർച്ചിൽ കയ്യിലുള്ള ആൻഡ്രോയിഡിൽ മൊബൈൽ ഫോണിൽ ഒന്ന് ഗൂഗിൾ സെർച്ച് നടത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് 4 മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഇന്നലെ PRSൽ പോയപ്പോൾ, ഇന്നും PRSൽ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ അവിടുത്തെ PROയോട് പറഞ്ഞു, നിങ്ങളൊരു ചെറിയ ബോർഡ് എഴുതി വെക്കണം. ഞാൻ ഡോക്ടർമാരോടും പറയുന്നു, ഹോസ്പിറ്റൽ അതോറിറ്റിയോട് പറയുന്നു,
നിങ്ങൾക്ക് തരുന്ന മരുന്നിന്റെ ഗുണദോഷങ്ങൾ വെരിഫൈ ചെയ്യാൻ ഇന്റർനെറ്റിലൂടെ പരിശോധിക്കുക. ഗുണദോഷങ്ങൾ എഴുതിയാൽ മതി, ദോഷം എന്ന് മാത്രം വേണ്ട. നിങ്ങൾക്ക് തരുന്ന മരുന്നിന്റെ ഗുണദോഷങ്ങൾ അറിയാൻ ഇന്റർനെറ്റിലും അന്വേഷിക്കുക. അത് അവർക്ക് എഴുതി വയ്ക്കാൻ സാധിക്കുന്നതാണ്. ഓരോ ഡോക്ടറും അത് ചെയ്യണം. കാരണം ഡോക്ടർമാർ സർവജ്ഞരല്ല. ഞാൻ കുറേ കാലം കാനഡയിൽ ഉണ്ടായിരുന്നപ്പോൾ ഡിസംബർ ജനുവരി ആകുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ -60°C ആർട്ടിക് ഓഷ്യനാണ്. -60°C ആകുമ്പോൾ നമ്മൾ നടക്കുന്ന സമയത്ത് ഇടത്തോട്ടും വലത്തോട്ട് പോകും. മൂക്കിൽ നിന്ന് കണ്ടമാനം ചോര വരും, ചെവിയിൽ നിന്ന് ചോര വരും. ഇത് സാധാരണ ഇന്ത്യക്കാരവിടെ പോയാൽ, ഈ പ്രദേശത്ത് ആർട്ടിക് ഓഷ്യന് പോയാൽ ഉണ്ടാവുന്നതാണ് വിന്റർ സീസണിൽ. പുറത്ത് നടന്നില്ലെങ്കിലും ഇതുണ്ടാവും. അവർ ഡോക്ടർമാർ നമുക്കുള്ള അസുഖത്തിന്റെ പല കാര്യങ്ങളും ചോദിച്ചിട്ട് മരുന്ന് കൊടുക്കുന്നതിന് മുമ്പിൽ പുസ്തകം തുറന്ന് നോക്കിയിട്ട് ആ മരുന്നിന്റെ ഗുണദോഷങ്ങൾ പറയും. എണ്ണി പറയും. ഈ മരുന്ന് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തലകറക്കം ഉണ്ടാവും, ചിലപ്പോൾ കണ്ണിന്റെ കാഴ്ച കുറച്ച് കുറഞ്ഞെന്ന് വരും, നടക്കുമ്പോഴത്തേക്കും ബാലൻസ് പോയിന്ന് വരും. ഈ പുസ്തകം നോക്കിയിട്ട് അവർ പറയുന്നത്. ഒരുപക്ഷെ രോഗികളുടെ എണ്ണം കുറവായതുകൊണ്ടും ഡോക്ടർമാരുടെ എണ്ണം വളരെ കൂടുതലുള്ളത് കൊണ്ടും അവർക്ക് ഹ്യൂജ് എമൗണ്ട് പേയ്മെന്റ് വരുന്നത് കൊണ്ടും ഇൻഷുറൻസിലൂടെ കിട്ടുന്നത് കൊണ്ടും അവർക്ക് കുറച്ച് രോഗികളെ കണ്ടാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 10, 40, 50 രോഗികളെയാണ് 2.5 മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ കൊണ്ട് ഒരു ഡോക്ടർ സ്പെഷ്യലിസ്റ്റ് നോക്കുന്നത്. കുറേയൊക്കെ തലയിലുണ്ടാവും, കുറേയൊന്നും തലയിലുണ്ടാവില്ല. ഇന്നലെ പറഞ്ഞതും ഇന്നലെ ചെയ്തതും പോലും പലർക്കും ഓർമ്മയില്ല. അങ്ങനെയുള്ള ലോകത്തില് ഇവർ ഈ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഓർക്കും, കുറേ കാര്യങ്ങൾ ഓർക്കില്ല. അവരതങ്ങോട്ട് എഴുതി കൊടുക്കും. പിന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയാലും നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന്റെ കയ്യിൽ, അറിയപ്പെടുന്ന വ്യക്തിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാവാതിരിക്കില്ല. എല്ലാവരുടെ കയ്യിൽ സെർച്ച് മൊബൈൽ ഫോൺ ഉണ്ട്. ഇപ്പൊ ജിയോ എന്ന് പറയുന്നത് ഗംഭീരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. 1 GB വരെ പെർ ഡേ ഉണ്ട്. നേരെ ഗൂഗിളിൽ കൊടുത്തിട്ട് സെർച്ച് കൊടുത്തിട്ട് ഇഫക്റ്റ് ഓഫ് സോ ആൻഡ് സോ ഡ്രഗ്, ഡ്രഗിന്റെ പേരുണ്ടാണ്, ആസിഡിന്റെ ഇഫക്റ്റും സൈഡ് എഫക്റ്റും ഉടനെ വരും മുമ്പിൽ. വെറുതെ വായിക്കാൻ അറിഞ്ഞാൽ മതി, സിമ്പിൾ ഇംഗ്ലീഷാ. ഇതൊന്നുകിൽ ആ ഡോക്ടർമാരുടെ വീട്ടിൽ എഴുതി വെക്കുക, ആശുപത്രിയിൽ എഴുതി വെക്കുക, ഡിപ്പാർട്ട്മെന്റിൽ എഴുതി വെക്കുക, മുറിയിൽ എഴുതി വെക്കുക. ഹോസ്പിറ്റൽ അധികൃതരെ അവർ വേറൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളുടെ ഗുണദോഷങ്ങൾ ഇന്റർനെറ്റിലും പരിശോധിക്കുക. മാത്രം എഴുതിയാൽ മതിയല്ലോ. നിർബന്ധമായിട്ടും അത് ചെയ്യിക്കണം. ഭരണാധികാരികളോടും പറയുന്നു, നേരിട്ട് ഡോക്ടർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. സമയപരിമിതിയുണ്ട്, ഊർജ്ജപരിമിതിയുണ്ട്, അറിവിന്റെ പരിമിതിയുണ്ട്, ഓർമ്മയുടെ പരിമിതികളൊക്കെ ഉള്ളപ്പോൾ സാധാരണ ഇന്റർനെറ്റിലൂടെ അന്വേഷിച്ചാൽ മതി, ഗൂഗിൾ സെർച്ചിലൂടെ അന്വേഷിച്ചാൽ മതി എന്ന് ഉള്ള ഈ സന്ദേശം അടുത്തൊരു 5-10 ദിവസം കൊണ്ടൊരു 10-20 ലക്ഷം വ്യക്തികൾക്കെങ്കിലും എത്തിക്കണം, മലയാളികൾക്ക്. ഇത് തന്നെ ഞാൻ ഇംഗ്ലീഷിലും പറയും, നമുക്ക് എത്തിക്കാൻ സാധിക്കണം. ഒരു നല്ല സന്ദേശമാണ്. രോഗമില്ലാത്തവർ മരുന്ന് കഴിച്ചിട്ടുണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് അറിയിക്കാൻ ഇന്ന് സംവിധാനം പുറത്തുള്ള സ്ഥിതിക്ക്, കയ്യിലുള്ള മൊബൈലിലുള്ള സ്ഥിതിക്ക് ഉപയോഗിക്കണം. പ്രണാമം, നമസ്കാരം.